അവർ ഞാനും അടുത്ത ദുരന്തപ്പെട്ട് മരിച്ചെന്നിരിക്കും, ചിലപ്പം ബോഡി പോലും കിട്ടാതെ പോയെന്നിരിക്കും. എൻ്റെ പേര് രഞ്ജിത്ത് ഇസ്രായേൽ എന്നായതുകൊണ്ട് ആ ഇസ്രായേൽ വാറായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് വിഷയമുണ്ട്. നമ്മുടെ അർജുന് വേണ്ടിയിട്ടുള്ള തിരച്ചിലുകൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ലോറിയും കാര്യങ്ങളൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. 3 മീറ്റർ അകലെയാണ് ഇപ്പൊ ലോറി ഉള്ളത്. പുഴയിലെ ആ മൺകൂനയിൽ 3 മീറ്റർ താഴ്ചയിൽ അവിടെയാണ് ലോറി കുടുങ്ങിക്കിടക്കുന്നത്. അപ്പോൾ അതെടുക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കാലാവസ്ഥയൊക്കെ വിപരീതമായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിങ്ങനെ വൈകി പോകുന്നത്. അതിന്റെ കൂട്ടത്തിൽ നമുക്ക് പറയേണ്ട ഒരാളാണ് ഈ ഒരു നമ്മുടെ രക്ഷാപ്രവർത്തനത്തിൽ ഏറ്റവും മുന്നിൽ ആദ്യം തന്നെ നിന്ന ഒരാളാണ് രഞ്ജിത്ത് ഇസ്രായേൽ എന്ന് പറയുന്നത്. നമുക്കറിയാം. പക്ഷേ കുറച്ച് ദിവസങ്ങളായിട്ട്, അതായത് പുഴയിലാണ് ലോറി ഉള്ളത് എന്ന് കണ്ടെത്തിയതിന് അല്ലെങ്കിൽ അതിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞതിൽ പിന്നെ രഞ്ജിത്ത് ഇസ്രായേലിനെ വളരെ മോശമായിട്ട് മലയാളികൾ തള്ളിപ്പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പൊ നടക്കുന്നത്. കാരണം വളരെ മോശം രീതിയിൽ രഞ്ജിത്ത് ഇസ്രായേലിനെ തള്ളിപ്പറയുകയും അത് കഴിഞ്ഞ് സൈബർ ആക്രമണത്തിൽ ഇട്ടുകൊടുക്കുന്ന രീതിയിലൊക്കെ വളരെ മോശം രീതിയിലാണ് കുറെ കാര്യങ്ങൾ നടന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ട് രഞ്ജിത്ത് ഇസ്രായേലിന്റെ ഒരു അഭിമുഖവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം നടന്നിരുന്നു. അപ്പൊ നമുക്ക് അതിലേക്കൊന്ന് പോകാം. അതിനുശേഷം കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം. ഇങ്ങനെയുള്ള രക്ഷാപ്രവർത്തനം ഈ രീതിയിലൊക്കെ രഞ്ജിത്ത് പറയുന്നു. ഈ രക്ഷാപ്രവർത്തനം ഇങ്ങനെ നടക്കുമ്പോഴും പലരും നെഗറ്റീവ് കമന്റുകളുമായിട്ട് വരുന്ന ഒരു കാഴ്ചയുണ്ടായിരുന്നു, പ്രത്യേകിച്ച് സമൂഹ മാധ്യമങ്ങളിലൊക്കെ. അത്തരം ആ ഒരു നെഗറ്റീവ് കമന്റുകളോട് രഞ്ജിത്തിന്റെ ഒരു മറുപടി അത് ഏത് തരം? അത് ഒരുപാട് എന്നെ ഇടുന്നില്ല. കൂട്ടുകാരെ വിളിച്ച് പറയുന്നുണ്ട്, അവരെ തെറി കമന്റ് എനിക്ക് വേണ്ടി അനുകൂലമായിട്ട് ഞാൻ എന്നെ വിളിച്ച് പറഞ്ഞു അങ്ങനെ ഇടണ്ട, നെഗറ്റീവ് കമന്റ് ഇടുന്ന ഇട്ടോട്ട്. പ്രമുഖ നല്ല മാധ്യമങ്ങളൊന്നും ഇടുന്നില്ല നെഗറ്റീവ്. എൻ്റെ പേര് രഞ്ജിത്ത് ഇസ്രായേൽ എന്നായതുകൊണ്ട് ആ ഇസ്രായേൽ വാറായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് വിഷയമുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ടീവ് ഉള്ള ഒരുപാട് മുസ്ലിം സഹോദരങ്ങളാണ് എന്നും ഉള്ളത്. എൻ്റെ കൂട്ടുകാർ ഏറ്റവും മൊബൈൽ എടുത്തൊക്കെ ഒരുപാട് ഹിന്ദുക്കളുണ്ട്, മുസ്ലിങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. അവർ ഇസ്രായേൽ പറഞ്ഞു ഞാനൊരു വരാനും കൊല്ലാനോ പിടിക്കാനോ അന്ന് ചെയ്യുന്ന റെസ്ക്യൂ തന്നെയാണ്. അവർ പേരുള്ളത് കൊണ്ട് ചിലപ്പം ഇസ്രായേൽ രാജ്യത്തിന് ഒരു ഇതുണ്ട്, അങ്ങനെ ഒരു ചിലവരൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും. എനിക്ക് അതൊരു വിഷയമൊന്നുമില്ല, കാര്യമല്ല. ഞാൻ പറഞ്ഞില്ല, എല്ലാവരും സപ്പോർട്ട് എനിക്കുണ്ട്. ക്രിസ്ത്യൻസിൻ്റെ ഉണ്ട്, ഹിന്ദുസിൻ്റെ ഉണ്ട്, മുസ്ലിം സഹോദരങ്ങളുണ്ട്, ഒരുപാടുണ്ട്. എൻ്റെ കൂട്ടുകാരൊക്കെ ഒരുപാട് ഇപ്പം എല്ലാം ഒരുപാട് മുസ്ലിം ഫ്രണ്ട്സാണ്, ഒരുപാട് പേരുണ്ട്. അവരൊക്കെ അനുകൂലമായ മെസ്സേജ് എനിക്ക് ഇടുന്നത്. ഇപ്പോൾ പേഴ്സണായിട്ട് വാട്സപ്പിൽ വിളിക്കുന്നുണ്ട് തന്നെ. അപ്പോൾ അവർ ഒരുപാട് പേര് ആ പേര് ബേസ് ചെയ്ത് രഞ്ജിത്തിനെ വേട്ടയാടുന്നുണ്ടെന്ന് ഇങ്ങനെ പലരും പറയുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ തിരിച്ചടിക്കുന്നുണ്ട്. ഞാൻ പറയാം, എനിക്ക് വേണ്ടി ആരും തിരിച്ചടിക്കുകയൊന്നും വേണ്ട. അത് ഞാൻ ഇവിടെ വന്ന നല്ല കാര്യത്തിലാണ്. ദൈവത്തിന് അറിയാം എന്തോ എഫേർട്ട് എടുത്താണ് നിൽക്കുന്നതെന്ന് ഒരു ദൈവത്തിന് അറിയാതെ, സർവശക്തനായ ദൈവത്തിന് അറിയാതെ. ഞാൻ പറഞ്ഞ ആരും ഒരു പ്രശംസ കാര്യങ്ങളൊന്നും വേണ്ട. ആരും ഇല്ലെങ്കിലും ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരുത്തനാണ് ഞാൻ പറഞ്ഞില്ല, ഒറ്റയ്ക്ക് എനിക്ക് കണ്ടാലും ആരും ഇല്ലെങ്കിൽ പോലും ഒറ്റയ്ക്ക് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന ഒരുത്തനെയാണ്. ഒറ്റയ്ക്ക് ചെയ്ത സംഭവങ്ങളുമുണ്ട്, ഒറ്റയ്ക്ക് ചെയ്ത സംഭവങ്ങളുണ്ട്. അത് പൊക്കി പറഞ്ഞാൽ അതിന് മഹത്വവൽക്കരിക്കാൻ നിൽക്കുന്നില്ല. ഒറ്റയ്ക്ക് ചെയ്ത സംഭവങ്ങളുണ്ട്. അത് എനിക്കെന്തായാലും ഇപ്പം ഷിരൂരിൽ ആരെന്ത് കമന്റ് ഇടുകയോ ഒന്നുമല്ല. എനിക്ക് ലോറി വീണ്ടെടുക്കുകയോ അല്ലെങ്കിൽ അത് എനിക്കെല്ലാം നോക്കാം. ഞാൻ ചെയ്യാനുള്ള കാര്യങ്ങൾ ഞാൻ ഇവിടെ മാക്സിമം നല്ലതാണ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു സെർച്ച് ഞാൻ നല്ല വൃത്തിയായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. എൻ്റെ കൂടെ മാക്സിമം അർപ്പണബോധത്തോടെ എൻ്റെ മാക്സിമം ട്രൈ ചെയ്യുന്നത്. ഗ്രൗണ്ട് സെർച്ചും എല്ലാ കാര്യങ്ങളും എന്നെ കൊണ്ട് എന്താണോ ഉള്ളത്, എന്താണ് എനിക്ക് ചെയ്യാൻ പറ്റുന്നത് അത് മാക്സിമം ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ മാക്സിമം ഞാൻ ട്രൈ ചെയ്യാൻ. അതിന് ഞാൻ തളർന്ന് വീഴുന്നവരെ എന്താ പറയുന്നത്, ഇനിയിപ്പം പനി പിടിച്ച് തളർന്ന് വീഴുവാണെങ്കിൽ പോലും മഴയും കൊണ്ടൊക്കെ നിൽക്കുന്നതുകൊണ്ട് ഒരു വിഷയമൊന്നുമല്ല. നെഗറ്റീവ് കമൻസോ കാര്യങ്ങളൊന്നും ഒരു വിഷയമുള്ള കാര്യമല്ല അതൊന്നും. അപ്പോൾ രഞ്ജിത്ത് ഇസ്രായേൽ ഈ പറഞ്ഞ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകാം രഞ്ജിത്ത് ഇസ്രായേലിന്റെ. കാരണം അത്രയും ആത്മാർത്ഥമായിട്ട്, അത്രയും, അതായത് ഇത് ആദ്യമായിട്ടല്ല രഞ്ജിത്ത് ഇസ്രായേൽ ഇങ്ങനെ ഒരു ദുരന്ത ഭൂമിയിലേക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകുന്നത്. ആദ്യമായിട്ടല്ല, കുറെ എക്സ്പീരിയൻസ് കാര്യങ്ങളിൽ ഒരാളായിരുന്നു. ആദ്യത്തെ ദിവസങ്ങളിൽ ഈ ഒരു വ്യക്തി അടക്കം ഉള്ള മനാഫും ഈ ഒരു രഞ്ജിത്ത് ഇസ്രായേലും അടക്കമുള്ള ആൾക്കാരെ വാഴ്ത്തി പാടിയ ആൾക്കാരാണ്. കുറച്ച് ദിവസം കഴിഞ്ഞ് ആർമിയും മറ്റേ അവരൊക്കെ വരാൻ കാരണക്കാരെന്ന് തന്നെ പറയാം നമുക്ക് ഇവരൊക്കെ. കാരണം അവരുടെ വീട്ടുകാരടക്കം ഇവരുടെ പേരെടുത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും ഭയങ്കരമായിട്ട് പ്രിയങ്കരായി മാറാൻ കാരണം ഇവരുടെ ഒരു ഒന്നും പ്രതീക്ഷിക്കാതെ ഇതിലേക്ക് ചെന്നു എന്നുള്ളതാണ്. കാരണം രഞ്ജിത്ത് ഇസ്രായേലിനൊന്നും ഇതിൻ്റെ അകത്തൊന്നും ഒന്നുമില്ല, സ്വന്തം ജീവൻ പണയപ്പെടുത്തിയിട്ടാണ് അവിടെ പോയിട്ട് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ചെയ്തൊരു മനുഷ്യനെ ഒരു വാക്ക് അല്ലെങ്കിൽ രഞ്ജിത്ത് ഇസ്രായേൽ ഇതിന്റെ അടിയിൽ മണ്ണിന്റെ അടിയിൽ തന്നെ ഉണ്ടാകും എന്നാണ് എന്റെ പ്രതീക്ഷ എന്ന് പറഞ്ഞതിന്റെ ഒരു ഇതായിട്ട് അത് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം. അത് രഞ്ജിത്ത് ഇസ്രായേൽ മാത്രമാണോ പറഞ്ഞത്? അവരുടെ വീട്ടുകാർ പറഞ്ഞു റിങ് അടിച്ചു, മണ്ണിനടിയിൽ തന്നെ ഉണ്ടാവും, ഞങ്ങൾക്ക് അത്രയും വിശ്വാസമുണ്ട് എന്ന് പറഞ്ഞു. അതുപോലെ ഒരുപാട് പേര് ഇതുപോലെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ രഞ്ജിത്ത് ഇസ്രായേലിനെ വളരെ വളരെ മോശം രീതിയിലാണ് സോഷ്യൽ മീഡിയയിൽ ഇവരെല്ലാവരും കൈകാര്യം ചെയ്യുന്നതും വളരെ മോശം കമന്റുകൾ ഇടുന്നതും. ഇതാണ് നമ്മൾ പറയുന്നത്. ആദ്യത്തെ ഇപ്പൊ സോഷ്യൽ മീഡിയ ഒരു കാര്യം വന്നാല് ഇന്ന് ഒരാൾക്കെതിരെ ഒരു കാര്യം നല്ല കാര്യം വരും, അപ്പൊ അവരെ വാഴ്ത്തിപ്പാടും. പിറ്റേ ദിവസം അയാൾക്കെതിരെ വേറെ ആരെങ്കിലും എന്തെങ്കിലും ഒരു വോയിസ് ക്ലിപ്പോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ കൊണ്ടിട്ടാല് പിറ്റേന്ന് അവരെന്തായി മൊത്തത്തിൽ അടി പതറി അവരെ അങ്ങ് മോശക്കാരായി അത്രയും
എന്താ പറയാ, ലോകത്തെ ഏറ്റവും മോശപ്പെട്ടവർ അവരാണെന്നുള്ള രീതിയിലുള്ള കമന്റ്സുകളും കാര്യങ്ങളും വരും. ഇത് തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഈ രഞ്ജിത്ത് ഇസ്രായേലിന്റെ കേസിൽ മാത്രമല്ല, പലരുടെയും കാര്യത്തിൽ ഇത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നല്ലത് പറയും, നാളെ എന്ത് ചെയ്യും, ഇതേ ആൾക്കാരെ മോശം രീതിയിലുള്ള കമന്റ് കേട്ട് ചീത്ത പറയും. ഇങ്ങനെ പറയുന്ന സമയത്ത് മലയാളികൾക്ക് തന്നെ നാണക്കേടാണ്. കാരണം നമ്മുടെ ഒരു മലയാളി ആയിട്ടുള്ള ഒരാളെ ഒന്നും പ്രതീക്ഷിക്കാതെ ഇങ്ങനെ പോയി ഇതിനു വേണ്ടിയിട്ട് അവിടെ നിന്നിട്ട് പിറ്റേ ദിവസം ആർമി കാര്യങ്ങളൊക്കെ വന്ന് അല്ലെങ്കിൽ തിരച്ചിലുകളും കാര്യങ്ങളൊക്കെ നല്ല രീതിയിലാകാൻ കാരണം ഇവരാണ്. എന്നിട്ട് എല്ലാം കുറച്ച് തിരച്ചിലുകളൊക്കെ വന്ന് ഇവിടെയല്ല, ലോറി അവിടെയാണ്, പുഴയിലാണ് എന്ന് ഉള്ള ഒരു കുറച്ച് സിഗ്നലുകളും കാര്യങ്ങളൊക്കെ കിട്ടുന്ന സമയത്ത് മൊത്തമായിട്ടും ഇവരെ തള്ളിപ്പറയാന്ന് പറയുന്നത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. അത്രയും സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ചീത്ത വിളികളും കാര്യങ്ങളും വരുന്ന സമയത്ത് ഇവരുടെ ഫ്രണ്ട്സും കാര്യങ്ങളും ഒക്കെ പോയിട്ട് ഇങ്ങനെ കമന്റ് ഇടുന്ന സമയത്ത് രഞ്ജിത്ത് പറയും, അല്ലെങ്കിൽ രഞ്ജിത്ത് പറയുന്നതാണ് പറയുന്നത്, അങ്ങനെയൊന്നും ചെയ്യരുത്, അല്ലെങ്കിൽ അവർ പറയുന്ന ആള് പറഞ്ഞോട്ടെ എന്നുള്ള രീതിയിൽ വിടുന്നാണ് പറയുന്നത്. എനിക്ക് ഈ രഞ്ജിത്ത് ഇസ്രായേലിന്റെ സംസാരത്തിൽ നിന്നാണെങ്കിലും മൊത്തത്തിൽ രഞ്ജിത്ത് ഇസ്രായേലിനെ പറ്റിയിട്ട് അറിഞ്ഞ കാര്യങ്ങളിൽ നിന്നാണെങ്കിലും അത്രയും പാവം അല്ലെങ്കിൽ ഒരു മനസ്സിൽ വേറെ കള്ളത്തരങ്ങളൊന്നും ഇല്ലാത്ത ഒരു മനുഷ്യനാണ് രഞ്ജിത്ത് ഇസ്രായേൽ എന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. അത്യാവശ്യം പൈസയും കാര്യങ്ങളും ഉള്ള ഒരു കുടുംബത്തിൽ തന്നെയാണ് ജനിച്ചത്. എന്നിട്ടും അതൊക്കെ വേണ്ടാന്ന് വെച്ചിട്ട് ഇതിലേക്ക് ഇറങ്ങി ഇതിനു വേണ്ടിയിട്ട് ജീവിതം ഒഴിഞ്ഞു വെക്കുന്ന ഒരാളെന്ന് പറയുമ്പോൾ നമുക്ക് അങ്ങനെയുള്ള മനുഷ്യന്മാരെ നമുക്ക് കാണാൻ കിട്ടില്ല ഈ ഒരു സമൂഹത്തിൽ. അപ്പൊ അങ്ങനെ ഒരാളെ കണ്ടു കിട്ടുമ്പോൾ ഒരു ദിവസം അയാള് ചെറിയ എന്തെങ്കിലും മിസ്റ്റേക്ക് അയാളുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട് എങ്കിൽ അതിനെ കണ്ടുപിടിച്ചിട്ട് അത് വളരെ മോശം രീതിയിൽ സോഷ്യൽ മീഡിയയിൽ അയാളെ വലിച്ചു കീറുന്നതിനോടൊന്നും ഒരിക്കലും യോജിക്കാൻ പറ്റത്തില്ല. കാരണം അത്രയും ഇതിനു വേണ്ടിയിട്ട് ആദ്യം തന്നെ മുന്നിൽ നിന്ന് പ്രവർത്തിച്ച ഒരാളാണ്. ഇതിനൊക്കെ കാരണം ഇപ്പൊ ലോറി കേട്ടിട്ടുണ്ടോ, അതിനൊരു പങ്കുണ്ട് തന്നെ പറയാം. കാരണം അവിടെ നിന്ന് ഇത് എന്തായാലും ആർമിയും കാര്യങ്ങളും വരാനും എല്ലാത്തിനും പ്രചോദനം നൽകിയ ഒരാളാണ്. ഒറ്റയ്ക്ക് ഇതിനെല്ലാം അവിടെ അവര് ആദ്യത്തെ ദിവസം നടത്തിയ തിരച്ചിലുകളും കാര്യങ്ങളൊക്കെ സ്വന്തം ജീവൻ പണയം വെച്ചിട്ടാണ്. അപ്പൊ അതിനൊന്നും നിങ്ങളൊരു വില കൽപ്പിക്കാത്ത രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യരുത്. അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങൾ കൂടി രഞ്ജിത്ത് ഇസ്രായേൽ പറയുന്നുണ്ട്, അതുകൂടി നമുക്ക് കേൾക്കാം. ഈ അഭിമുഖത്തിലും അല്ലാതെയുള്ള അഭിമുഖങ്ങളിലും രഞ്ജിത്ത് പറയുന്നത് പെൺകുട്ടികൾ താൻ ഈ ജോലിയിലുള്ളത് കൊണ്ട്, ജോലി ചെയ്യുന്നത് കൊണ്ട് വിവാഹം കഴിക്കാൻ കൂട്ടാക്കുന്നില്ല. അതായത് ഇപ്പോഴത്തെ പെൺകുട്ടികളും മാറി നിൽക്കുന്നു, ആ ഒരു റിസ്ക് ഉള്ള ഒരു ജോലി ആയതുകൊണ്ട് പെൺകുട്ടികൾ മാറി നിൽക്കുന്നു എന്നാണ് അല്ലേ? എന്നെക്കാലം കഞ്ചാവ് മയക്കുമരുന്നും 2-3 പെണ്ണും കെട്ടിയവരോട് ജയിലിൽ കിടക്കുന്നവർ എത്ര നല്ല പെൺകുട്ടികൾ ഇറങ്ങി പോകുന്നില്ല, എത്ര വാർത്തകൾ കിടക്കുന്നു. ഞാനൊരു മദ്യപിക്കാത്ത സിഗരറ്റ് വലിക്കാത്തൊക്കെ ആളാണ്. എൻ്റെ നാട്ടുകാർ ചോദിച്ചാൽ എൻ്റെ സ്വഭാവം അറിയാം. ഇത്ര കാര്യങ്ങൾ ചെയ്യുന്നതാണ്. ഒരു നല്ലൊരു വ്യക്തിക്ക് കമ്പനേഷൻ കൊടുക്കത്തുള്ളൂ. ഒരു കേസും ഒന്നും ഇല്ലാത്തവർക്ക് ഉള്ള ഡിസ്ട്രിക്ട് കളക്ടറും ഇന്ത്യൻ ആർമിയും അതുപോലെ കൊടുക്കത്തുള്ളൂ. അല്ല തല്ലും വിഴക്കുന്ന നടക്കും ഒരിക്കലും കൊടുക്കത്തില്ല. അറിയാമല്ലോ, രക്ഷാപ്രവർത്തനം നടത്തിയെന്ന് മാത്രം പറഞ്ഞ് കൊടുക്കത്തില്ല അവർ. നമ്മുടെ എല്ലാ സ്വഭാവം നോക്കും അവർ. നമ്മളെ ഫുൾ ലൈഫും കൂടെ നോക്കിയാണ് കൊടുക്കുന്നത്. അല്ല എന്തെങ്കിലും അവർ ഫുൾ അവർ റിപ്പോർട്ട് എടുത്ത് എല്ലാ റിപ്പോർട്ടും എടുത്താണ്. അത് ചുമ്മാ പെട്ടെന്ന് കളക്ടർ ഒപ്പിട്ട് തരുന്നതല്ലത്, ജില്ല പെട്ടെന്ന് അഡ്മിനിസ്ട്രേഷൻ തരുന്നതല്ല, അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു സെൻട്രൽ ഫോഴ്സ് തരുന്നതല്ലത്. അതിന് പ്രോസസ്സുണ്ട്, കാര്യങ്ങളുണ്ട് അതിന്. അത് ഞാൻ പറഞ്ഞില്ലേ, ഓരോരുത്തരുടെ മെന്റൽ ഇതുപോലെ ഇരിക്കും. ഞാൻ പറഞ്ഞില്ലേ, അത് നമ്മളെ ഞാൻ നിർബന്ധിക്കുന്നില്ല. കല്യാണം കഴിച്ചില്ലെങ്കിലും ജീവിക്കും. ഇനിയിപ്പോൾ താൽക്കാലിക ജീവിതം മാത്രമാണ് ഈ ഭൂമിയിൽ. മനസ്സിലായില്ലേ? ഇത്ര ഒരു കുടി വന്നവർ ഇപ്പോൾ ഞാനും അടുത്ത ദുരന്തപ്പെട്ട് മരിച്ചെന്നിരിക്കും, ചിലപ്പം ബോഡി പോലും കിട്ടാതെ പോയെന്നിരിക്കും. പല സ്ഥലങ്ങളും ചെയ്ത് അങ്ങനെ തന്നെയാണ്. പല സ്ഥലങ്ങളും റിസ്ക് എടുത്ത് തന്നെയാണ് നമ്മൾ പല കാര്യങ്ങളും ചെയ്തിരിക്കുന്നത്. പല കാര്യങ്ങളും പലരും വഴക്ക് പറഞ്ഞിട്ടുണ്ട് റിസ്ക് എടുക്കുമ്പോഴത്തേക്ക്. ഇവിടെ വന്നിരിക്കുമ്പോഴും പ്രായമായ മാതാപിതാക്കളാണ്. എനിക്ക് നല്ല രീതിയിൽ സമ്പാദിക്കണമെങ്കിലോ മറ്റു കാര്യങ്ങളൊക്കെ പോകണമെങ്കിൽ എനിക്ക് സുഖമായിട്ട് പോകുമായിരുന്നു. എൻ്റെ ബ്രദേഴ്സും എൻ്റെ സിസ്റ്റേഴ്സും എല്ലാം യുഎസും യൂറോപ്പെല്ലാം സെറ്റിൽഡാണ്. ഈ പറഞ്ഞ ചേട്ടനൊക്കെ വാങ്ങിച്ചു തന്ന ഒരു എൻഫീൽഡ് ബുള്ളറ്റൊക്കെ വിറ്റാണ് ഞാൻ ഈ റെസ്ക്യൂ എക്യുപ്മെൻറ്റ്സ് ഒക്കെ വാങ്ങിച്ചിരിക്കുന്നത്. എൻ്റെ നാട്ടുകാർക്ക്, എൻ്റെ അടുത്തറിയാവുന്ന കൂട്ടുകാർക്ക് മാത്രം അറിയാം. അത് കാരണം അവർ പൈസ പോലും അയച്ചു തരാറില്ല. ഇവൻ ഈ പൈസ അയച്ചു തരുന്നതെല്ലാം ഒന്നും ചെയ്യാതെ നാട്ടുകാർക്ക് പ്രയോജനം ചെയ്യാൻ വേണ്ടി റെസ്ക്യൂ എക്യുപ്മെൻറ്റ്സും വാങ്ങുന്നു, ഇതിനു വേണ്ടി ചെയ്യുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് അവർക്ക് തന്നെ ഒരു വെറുപ്പ് വന്നിട്ടില്ല. അവർ പറഞ്ഞാൽ പൈസ കൊടുത്ത കാര്യമില്ല, ഇവൻ ഇതെല്ലാം ലൈസൻസ് അല്ലെങ്കിൽ ഇതിനു വേണ്ടി നശിപ്പിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു ബുള്ളറ്റ് വാങ്ങിച്ചാൽ അത് ഞാൻ വിറ്റ് റെസ്ക്യൂ എക്യുപ്മെൻറ്റ്സ് എല്ലാം വാങ്ങിക്കുമായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പോലെ റെസ്ക്യൂ എക്യുപ്മെൻറ്റ്സ് ഹൈലി കോസ്റ്റ്ലിയാണ്. ഞാൻ ഒരു ചെറിയൊരു സാധനം വാങ്ങിച്ചാലും വളരെ പെർഫെക്റ്റ് ഉള്ള സാധനം വാങ്ങി. ഒരു കൊളുത്ത് വാങ്ങിച്ചാൽ പോലും ഏറ്റവും നല്ല എ ഗ്രേഡ് ഇമ്പോർട്ടർ സാധനം മാത്രമേ വാങ്ങാറുള്ളൂ. അപ്പോൾ അതിനെ ക്യാഷ് വേണം. ഇപ്പോഴത്തേക്ക് ഞാൻ കിട്ടുന്ന പൈസ എല്ലാം അങ്ങോട്ട് ചിലവഴിക്കുകയാണ്. ഞാൻ പൈസ അങ്ങനെ കൂട്ടിവെക്കാറൊന്നുമില്ല. നാളത്തെ കാലത്തെക്കുറിച്ച് ടെൻഷൻ അടിക്കാറുമില്ല. ഇന്നത്തെ കാര്യം മാത്രം ആലോചിക്കാറുള്ളൂ. എനിക്ക് ശരിയെന്ന് തോന്നി, സത്യമായിട്ട് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നു, പറയുന്നു, അത്രയേ ഉള്ളൂ. ഇതിൽ രഞ്ജിത്ത് ഇസ്രായേൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഇപ്പൊ പെൺകുട്ടികൾ അല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് പെൺകുട്ടികളെ കിട്ടുന്നില്ല. അതായത് കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ ഈ ഒരു ജോലി ആയത് കാരണം, ഞാൻ ഇങ്ങനെയുള്ള റെസ്ക്യൂ പ്രവർത്തനങ്ങൾക്കും കാര്യങ്ങൾക്കും വേണ്ടി പോകുന്നത് കാരണം ഒരാളെ എനിക്ക് കിട്ടുന്നില്ല എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ എല്ലാവരും അത് മുടങ്ങി പോവാണെങ്കിൽ ഇതാണ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ഇതാണ് ചെയ്യുന്നതെന്ന് പറയുന്ന സമയത്ത്
എല്ലാം മുടങ്ങി പോവാണ് എന്നാണ് പറയുന്നത്. അതുപോലെ രഞ്ജിത്ത് ശ്രീ എടുത്തു പറയുന്ന ഒരു കാര്യം, കള്ളനും കഞ്ചാവ് വലിക്കുന്നവനും ഒക്കെ പെണ്ണിനെ കിട്ടുന്നുണ്ട്, പക്ഷെ ഞങ്ങൾക്കൊന്നും കിട്ടുന്നില്ല എന്ന് പറയുന്നത് ഉള്ള കാര്യം തന്നെയാണ്, നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ രഞ്ജിത്ത് ശ്രീയിൽ പറഞ്ഞൊരു കാര്യമാണ്, ചേട്ടൻ വാങ്ങിച്ചതൊരു ബുള്ളറ്റ്, അത് വിറ്റിട്ടാണ്, നിങ്ങൾ കേൾക്കണം, അത് വിറ്റിട്ടാണ് ഈ ഇതിനുള്ള ഉപകരണങ്ങളും മെഷീൻസും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നതെന്ന്. അപ്പൊ അത്രയും ഇതിനു വേണ്ടിയിട്ട് സ്വന്തം ജീവിതം ഒഴിഞ്ഞു വെച്ച ഒരാളെ നിങ്ങൾ ഇങ്ങനെ പറയുന്നത് ശരിയാണോ ഇത് നിങ്ങൾ ആദ്യം ഒന്ന് ആലോചിക്കാം. ഒരാൾ സ്വന്തം ജീവിതം ഒഴിഞ്ഞു വെച്ച് കുറെ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് അയാളുടെ ഭാഗത്തു നിന്നും ചെറിയ എന്തെങ്കിലും മിസ്റ്റേക്സോ കാര്യങ്ങളോ വരുന്ന സമയത്ത് അയാളെ മൊത്തമായും അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള കമന്റുകൾ ഇട്ടും അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് സൈബർ അറ്റാക്ക് ചെയ്യുന്നതും വളരെ മോശം കാര്യമാണ്. മലയാളികൾക്ക് തന്നെ അതൊരു മോശം കാര്യമാണ്. അല്ലെങ്കിൽ ഞാൻ കഴിഞ്ഞ ദിവസം എന്റെ വീഡിയോയിൽ പറഞ്ഞിരുന്നു, നമ്മൾ ഒത്തൊരുമയുള്ളവരാണ്, എല്ലാത്തിലും എന്ത് വന്നാലും, അല്ലെങ്കിൽ ഇപ്പം എന്തെങ്കിലും ഒരു 2018 നമ്മുടെ വെള്ളപ്പൊക്കം ആണെങ്കിൽ പോലും എന്ത് വന്നാലും നമ്മൾ ഒരുമിച്ച് നിൽക്കും ഇന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിറ്റേ ദിവസം തന്നെ ഇതിന് മുന്നിൽ നിന്ന് പ്രവർത്തിച്ച രഞ്ജിത്ത് ഇസ്രയേലിനെതിരെ ഇത്തരം പ്രവർത്തികൾ കാണിക്കുന്ന മലയാളികളെ നമുക്ക് ഒന്നും പറയാനില്ല. മലയാളികൾ എല്ലാവരും അങ്ങനെ ചെയ്യുന്നു എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ നമ്മുടെ കൂട്ടത്തിലും ഉണ്ട് ഇങ്ങനെ അധിക്ഷേപിക്കുന്ന, സൈബർ അറ്റാക്ക് ചെയ്യുന്ന ഒരുപാട് പേര്. അപ്പൊ അങ്ങനെയുള്ളവരുടെ മൈൻഡ് സെറ്റ് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം ഇന്ന് ഒരാളെ ഇതാക്കും, പിറ്റേന്ന് അയാളുടെ ഭാഗത്ത് ചെറിയ മിസ്റ്റേക്ക് വരുമ്പോൾ അയാൾ ചെയ്ത നല്ല കാര്യങ്ങൾ മറക്കുക എന്ന് പറയുന്നത് നല്ലൊരു സ്വഭാവമല്ല, നല്ലൊരു കാര്യമല്ല. അപ്പൊ അതുപോലെ തന്നെ രഞ്ജിത്ത് ഇസ്രയേലിൽ കുറച്ച് കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. അതായത് രഞ്ജിത്ത് ഇസ്രയേൽ ഏതൊക്കെ ദുരന്തങ്ങളിൽ പോയി ഏതൊക്കെ രക്ഷാപ്രവർത്തനങ്ങളിൽ എക്സ്പീരിയൻസ് ഉള്ള ആളാണ് എന്നുള്ള കാര്യങ്ങൾ സൈബർ അറ്റാക്ക് ചെയ്യുന്നതിന് മുൻപ് ഇതൊന്ന് കേൾക്കുക. കാരണം അത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ തന്നെയാണ് രഞ്ജിത്ത് ഇസ്രയേൽ. പക്ഷെ നമുക്ക് എന്ത് ചെയ്യുമ്പോഴും ചെറിയ തരത്തിലുള്ള എന്തെങ്കിലും നമുക്ക് വ്യക്തമായിട്ട് ഇപ്പം അർജുൻ ഇവിടെയാണുള്ളത് എന്ന് പറയാൻ രഞ്ജിത്ത് ഇസ്രയേലിനെ കൊണ്ട് പറ്റുമോ? ഇല്ല. ഇതിപ്പം ആരാണെങ്കിലും ശരി, നമ്മളാണെങ്കിലും ശരി, മണ്ണിനടിയിൽ ഉണ്ട് എന്ന് തന്നെയാണ് നമ്മുടെ ഒക്കെ വിശ്വാസം ആദ്യ ദിവസങ്ങളിൽ ഉണ്ടായത്. ഒരു മനുഷ്യന്റെ ജീവൻ അവിടെ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് നമ്മളെല്ലാവരും അങ്ങനെ ചിന്തിക്കൂ. അപ്പൊ അതേ രഞ്ജിത്ത് ഇസ്രയേലും പറഞ്ഞിട്ടുള്ളൂ, അതിന് ഇത്രയും ക്രൂശിക്കപ്പെടേണ്ട ആവശ്യമില്ല. എന്തായാലും കുറച്ച് കാര്യങ്ങൾ കൂടി, അതായത് രഞ്ജിത്ത് ഇസ്രയേലിന്റെ കുറച്ച് എക്സ്പീരിയൻസും കാര്യങ്ങളും, ഏതൊക്കെ എവിടെയൊക്കെ പ്രകൃതി ദുരന്തങ്ങൾ വന്നപ്പോഴും അല്ലെങ്കിൽ ഏതൊക്കെ ദുരന്തങ്ങളിലാണ് രഞ്ജിത്ത് ഇസ്രയേൽ പോയിട്ടുള്ളതെന്ന് നമുക്ക് കേൾക്കാം. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വലിയ റിസ്ക് എടുത്ത് ഒരു മടിയുമില്ലാതെ എങ്ങനെയാണ് പോകുന്നത് എന്നുള്ളതാണ് ചോദ്യം. ആദ്യത്തെ രക്ഷപ്പെടുത്തൽ 2013 തുടങ്ങിയതാണ്. അത് യാദൃശ്യമായി തുടങ്ങിയാണ്. ഇതിലേക്ക് സെർച്ച് ആൻഡ് റെസ്ക്യൂ തന്നെ ഇതിലേക്ക് തന്നെ വരുമെന്ന് എനിക്ക് അന്ന് ഉറപ്പൊന്നുമില്ലായിരുന്നു. അത് യാദൃശ്യമായിട്ടൊരു ഉത്തരാഖണ്ഡ് യാത്ര ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് അന്വേഷിച്ചപ്പോഴത്തേക്ക് കേദാർനാഥ്, ബദരീനാഥ് ആ സമയത്ത് മുങ്ങി. 2013 ഉത്തരാഖണ്ഡ് പ്രളയമാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ മരിച്ചു. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ദുരന്തം, മേഘവിസ്ഫോടനം, ക്ലൗഡ് ബസ്റ്റിംഗ് മൂലം ഉണ്ടായ ഒരു ദുരന്തമാണ്. ഏറ്റവും കൂടുതൽ മരണസംഖ്യ അത് തന്നെയായിരുന്നു. എൻ്റെ ഒരുപാട് പേര് 7000-10000 പേര് മരിച്ചതാണ്. അത് ഗൂഗിൾ സെർച്ച് കറക്റ്റ് അറിയാണ്ട്, എന്നാലും ലോക്കൽ റിപ്പോർട്ട് വെച്ച് കൂടുതലാണെന്ന് ആ ഒരു ഇത്. അത് വെച്ചാണ് ഈ ഒരു രക്ഷാപ്രവർത്തന മേഖലയിലേക്ക് അല്ലെങ്കിൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്ന മേഖലയിലേക്ക് ഇവർ കടന്നു വരുന്നത്. ഇത്ര വലിയ റിസ്ക് ഫാക്ടർ അത് രഞ്ജിത്തിനെ ഒരിക്കലും ടെൻഷൻ അടുപ്പിച്ചിട്ടേ ഇല്ല, അങ്ങനെ കൂടിയാണോ പറയുന്നത്? എനിക്കങ്ങനെ ഒരു മടിയില്ല, അല്ലെങ്കിൽ മാധ്യമ ശ്രദ്ധ കിട്ടാൻ വേണ്ടിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു നാളെ പ്രസന്റ് ഇത് അവാർഡ് കിട്ടാൻ വേണ്ടി ചെയ്തൊരു കാര്യമല്ല. ഇങ്ങനെ സ്പെഷ്യൽ ടാസ്കുകൾ അല്ലെങ്കിൽ ഒരു അഡ്വാൻസ് മിഷൻ എനിക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അഡ്വഞ്ചറസ് അല്ല, ഒരു അഴിയാത്ത കുരുക്കളൊക്കെ അഴിക്കണം എന്നൊക്കെ ഭയങ്കര അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, അങ്ങനെ ഒരു ഇതുണ്ട്. പിന്നെ ഈ മിസ്റ്ററി ആയിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ ഒരു ചെയ്യണമെന്നൊക്കെ ഒരുപാട് താല്പര്യമുള്ള വ്യക്തിയാണ്. അപ്പോൾ ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു മനുഷ്യനെ ഇന്ത്യയിലെ തന്നെ വ്യത്യസ്ത ദുരന്തങ്ങളിൽ സ്വന്തം ഇഷ്ടപ്രകാരം ചെന്ന് ഒന്നും പ്രതീക്ഷിക്കാതെ റെസ്ക്യൂ നടത്തിയ ഒരു മനുഷ്യനെയാണ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളടക്കം അധിക്ഷേപിച്ചത്. ഈ നിങ്ങൾക്ക് ഈ രഞ്ജിത്ത് ഇസ്രയേൽ എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ചിട്ടും ആദ്യ ദിവസം അത്രയും അങ്ങനെയാണ് ഇങ്ങനെയാണ് അത്രയും വലിയ ദുരന്തങ്ങളിൽ പങ്കെടുത്ത ആളാണ് എന്നൊക്കെ പറഞ്ഞിട്ട്, ആ ഒരു ദുരന്തങ്ങളിൽ പങ്കെടുത്ത് രക്ഷാപ്രവർത്തനം നടത്തിയ ഒരാളാണെന്നൊക്കെ പറഞ്ഞിട്ട് പിറ്റേ ദിവസം തന്നെ അയാൾ അധിക്ഷേപിക്കുന്നത് എത്രത്തോളം മോശമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കുക. ഇതിനോട് ഒരിക്കലും യോജിക്കാൻ പറ്റത്തില്ല. കാരണം അയാളുടെ ഭാഗത്ത് ചെറിയ മിസ്റ്റേക്സുകൾ ചിലപ്പോൾ വന്നിട്ടുണ്ടാകാം. പക്ഷെ അത് വിചാരിച്ചിട്ട് നമുക്കിപ്പം കുറച്ച് ദിവസങ്ങളായിട്ട് ഇപ്പൊ അർജുന് വേണ്ടിയുള്ള തിരച്ചിലുകൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളെല്ലാവരും പ്രതീക്ഷയിലാണ്. ഈ നമ്മുടെ ലോറി എന്ന് പറയുന്ന 3 മീറ്റർ ആഴത്തിലാണ് അവിടെ മൺകൂനയിൽ നിൽക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ അതിന്റെ അടുത്തേക്ക് എത്താനുള്ള തിരച്ചിലുകളും കാര്യങ്ങളും വരികയാണ്. പ്രതികൂലമായുള്ള കാലാവസ്ഥയൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്.
പക്ഷെ എന്താവും നമുക്ക് കണ്ടു തന്നെ അറിയാം. എല്ലാവരും പ്രതീക്ഷ കൈവിടാതെ ഇപ്പോഴും നിൽക്കുന്ന ഒരു അവസരത്തിൽ ഒരിക്കലും രഞ്ജിത്ത് ഇസ്രയേലിനെ പോലെ ഇതിൽ ഏറ്റവും കൂടുതൽ ഇതിനു വേണ്ടി രക്ഷാപ്രവർത്തനം ചെയ്യാൻ പങ്ക് വഹിച്ച ഒരാളെ മോശം രീതിയിൽ അധിക്ഷേപിക്കാതിരിക്കാൻ എന്തായാലും അർജുന് വേണ്ടിയിട്ടുള്ള തിരച്ചിലുകളെ തുടരുകയാണ്. നമ്മളും കാത്തിരിക്കുകയാണ്. കിട്ടുമെന്നുള്ളൊരു ഉറപ്പിൽ തന്നെയാണ് ഇപ്പോഴും വിശ്വസിച്ചിരിക്കുന്നത്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ അറിയാൻ സംഭവിക്കാൻ പോകുന്നതാണ്.